ഗ്രാൻഡ് ഫിനാലേക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിങ്ങളിൽ നിന്നും ഒരാൾ ഫൈനൽ 5-ൽ ഉൾപ്പെടാനുള്ള ആഗ്രഹം സാധിക്കാനാവാതെ രണ്ടാമത്തെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയും. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 7 ഇനി അത് തീരാൻ, അത് ഫൈനലിലോട്ട് എത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇപ്പൊ ഈ പ്രാവശ്യം നടന്നത്? PR ഒരു കളി തന്നെയാണ്. ഇത്രയും ഏറ്റവും കൂടുതൽ PR കുറിച്ച് ചർച്ച ചെയ്ത ഒരു സീസൺ ഈ സീസണാണ്, സീസൺ 7. എനിക്ക് തോന്നുന്നു 7ന്റെ പണി എന്ന് പറഞ്ഞ ലാലേട്ടൻ വന്നിട്ട് ഈ ഇത്രയും പേര് 20 പേരും കൂടി ലാലേട്ടനും ബിഗ് ബോസിനുമാണ് 8ന്റെയും 16ന്റെയും പണി കൊടുത്തതെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു ഗ്യാങ് ആണെന്ന് പോലും അറിയില്ല. ശരിക്കും ഇത് കട്ടപ്പ 1 2 3 4 5 എന്നിങ്ങനെ നമ്പർ കൊടുക്കേണ്ടി വരും ഓരോരുത്തർക്കും. അതുപോലത്തെ ഒരു സീസണാണ്. ഇതുപോലത്തെ ഒരു മനുഷ്യരെ ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അപ്പം എനിക്ക് ഇതിനകത്തുനിന്ന് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ആളെ എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ ആളെ കുറിച്ച് പറഞ്ഞാൽ ഒരു കൈയും കണക്കുമില്ല. അതുപോലെ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് എല്ലാം നല്ല രീതിയിൽ റീച്ച് ആയിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു ഇത്രയും മനുഷ്യരുടെ ഇടയിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഓഫ്കോഴ്സ് എനിക്ക് രേണുസുതിയാണ് ഇഷ്ടപ്പെട്ടത്. ആരോടും ഒരു കുറ്റവും കുഞ്ഞായ്മയും ഒന്നുമില്ല, എല്ലാവരോടും സ്നേഹം മാത്രം, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ വരുന്നു. അപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ റീഎൻട്രി സമയത്ത് റീയൂണിയന് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒറ്റ ഓർമ്മത്തെ രേണുസുതി ഒഴികെ എനിക്ക് ഒരെണ്ണത്തെ ഇഷ്ടപ്പെട്ടില്ല, പേഴ്സണലി പറയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് തവണ രേണുസുതി എടുത്ത് വെച്ച് അലക്കിയിട്ടുണ്ടെങ്കിലും നല്ലത് കാണുമ്പോൾ നല്ലതെന്ന് തന്നെ പറയണമല്ലോ. അപ്പൊ എനിക്ക് രേണുസുതിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. പുള്ളിക്കാരി വേറൊരു ലെവലായി, ഇപ്പൊ ഇന്റർനാഷണൽ ലെവലൊക്കെ ആയിട്ടുണ്ട്. എന്ന് വെച്ചെങ്കിൽ നമ്മൾ കഴിഞ്ഞതൊക്കെ പുള്ളിക്കാരി കഴിഞ്ഞതൊക്കെ നല്ല പ്രവൃത്തിയാണ് എന്നല്ല പറയുന്നത്, കഴിഞ്ഞത് ഒക്കെ പുള്ളിക്കാരി ചെയ്ത ഏറ്റവും വലിയ മോശം പരിപാടിയൊക്കെ തന്നെയാണ്. എങ്കിലും സ്റ്റിൽ ഇപ്പൊ കാണിക്കുന്ന പ്രവർത്തികൾ വെച്ച് നോക്കുമ്പോ എനിക്ക് ഒരുപാട് അവരോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. കാരണം ഈ കൂട്ടത്തിൽ ഈ സീസൺ 7 റീയൂണിയന് വന്നതിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് രേണുസുതിയാണ്. രേണുസുതിയുടെ എൻട്രി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കീപ് ഇറ്റ് അപ്പ്. പിന്നെ നമുക്ക് ഇത് അവസാന ഘട്ടമാണല്ലോ, അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അനുമോള്, അപ്പൊ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ ടിഷ്യൂ പേപ്പർ, PR വർക്ക്സ്, അക്ബർ, അനുമോൾ, ആദില, നൂറ എന്നൊരു സബ്ജക്റ്റ് ആണ് ഇവിടെ കിടന്ന് ഓടുന്നത്. 2 ദിവസമായിട്ട് ഇന്നലെ തുടങ്ങിയതാണ്, നല്ലൊരു വിഷയമാണ്. ഈ ഒരു സീസൺ റീയൂണിയന് വന്നപ്പോ എനിക്ക് തോന്നി ഏറ്റവും വലിയ തിരികൊളുത്തിയത് ശൈത്യാണ്. ശൈത്യ എന്ന് പറഞ്ഞൊരു കൊടും വിഷം അവരാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ബിഗ് ബോസിന് TRP റേറ്റ് കൂടിയിട്ടുണ്ട് ഈ ശൈത്യ കാരണം. ശൈത്യ കൊടുത്ത് വെച്ച തിരിയാണ് അവിടെ അത്രയും വലിയ ഒരു ബോംബായിട്ട് മാറിയത്. അപ്പം ഹെഗൻ കം ടു ദ പോയിന്റ്, നമുക്ക് പറയാനുള്ളത് ടിഷ്യൂ പേപ്പർ, ആദില, നൂറ, അനിമോൾ എന്നുള്ള വിഷയമാണ്. എനിക്ക് പറയാനുള്ളത് അനിമോളുടെ അടുത്താണ്. അനിമോളെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. വൈ ബിക്കോസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ട്രസ്റ്റ് വേണം, പരസ്പരം ട്രസ്റ്റ് വേണം. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുമായിരിക്കും. പക്ഷെ അത് നമ്മൾ ഇപ്പൊ 3 പേര് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വെക്കുക, അപ്പം ആ 3 പേരിലുള്ള വഴക്ക് ആ 3 പേരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. പക്ഷെ അത് 4മതൊരാൾ അറിയാനോ അത് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാനോ പാടില്ല. പക്ഷെ ഇതിൽ എനിക്ക് അനിമോളെ എനിക്ക് ഇഷ്ടമായതെന്ന് വെച്ചാൽ ആ ഒറ്റ ഒരു കാര്യത്തിലാണ്. ഒരിക്കൽ പോലും ഈ പട്ടായ ഗേൾസ് 3 പേരെന്ന് പറഞ്ഞല്ലോ, അനിമോൾ, ആദില, നൂറ, ഒറ്റ തവണ പോലും അനിമോള് ഈ ആദിലയുടെ നൂറയുടെ ഒരു കുറ്റങ്ങളും മറ്റ് മത്സരാർത്ഥികളുടെ ഇടയിൽ പോയി പറഞ്ഞിട്ടില്ല. പക്ഷേ നേരെ തിരിച്ച് ആദില, നൂറയൊക്കെ താരം കിട്ടുന്ന പോലെ നമ്മുടെ അനുമോളെ നന്നായിട്ട് ഫയർ ചെയ്തിട്ടുണ്ട്. അവിടെ മുന്നിലിട്ടും ഫയർ ചെയ്തിട്ടുണ്ട്. അവൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈ ബിക്കോസ് എന്തുകൊണ്ടാണ് ഞാൻ അനുമോളെ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഈ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഗൈസ്. ഈ ഒറ്റ ഒരു കാരണം കൊണ്ട് അവൾ കൂട്ടത്തിൽ നിന്ന് കുതികാല് വെട്ടത്തില്ല എന്നുള്ള ഒറ്റ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. ശരിയാണ്, അവൾ കുറെ അധികം തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മളും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കും. കാരണം എന്ന് വെച്ചാൽ അവിടെ ഫോണില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. നമുക്ക് എന്റർടൈൻ ചെയ്യാൻ TV ഇല്ല, നമ്മൾ പുറത്തോട്ടൊന്നും പോകുന്നില്ല. ഇത്രയും ആൾക്കാരെല്ലാം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് തന്നെ അറിയത്തില്ല. ടെൻഷന്, സ്ട്രെസ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് PR വർക്ക് ഒരിക്കലും ഒരു തെറ്റല്ല. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വിളിപ്പിക്കാനും നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനും പുറത്ത് ആളുകൾ വേണം. അതൊരിക്കലും ഒരു തെറ്റല്ല. പക്ഷെ അത് അനുമോൾ സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി ഒരു മത്സരാർത്ഥികളും തങ്ങൾക്ക് PR വർക്ക് ഉണ്ടെന്ന് സമ്മതിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ അനുമോൾ അത് പറയുന്നുണ്ട്, ശരിയാണ്, എനിക്ക് കുറച്ച് സപ്പോർട്ടേഴ്സിന് ആൾക്കാർ വെളിയിലുണ്ട്. അത് എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. PR വർക്ക് എല്ലാവർക്കും ഉണ്ട്. അക്ബറിനാണെങ്കിലും ഉണ്ട്. അക്ബർ ആണെങ്കിൽ നമ്മുടെ ഈ ബിഗ് ബോസ് ഷോയിലെ പ്രൊഡ്യൂസറുമായിട്ട് നല്ല ടൈപ്പ് നിൽക്കുന്ന മനുഷ്യനാണ്. നിങ്ങൾക്ക് അറിയാലോ, ഏഷ്യാനെറ്റിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് അക്ബർ.
അപ്പം തുടക്കം തൊട്ട് ഈ അനിമോളെ ലാലേട്ടൻ അടക്കം വിട്ട് തട്ടുകയാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കൊരു പേഴ്സണലി എനിക്ക് നല്ല ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അനിമോക്ക് ഏറ്റവും കയ്യിൽ നിന്ന് വീണ് പോയൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഗിസൈലിന്റെയും നമ്മുടെ ആര്യന്റെയും കേസിലാണ്. അത് പുതപ്പിന്റെ അടിയിൽ എന്തോ സംഭവം നടന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കയ്യിൽ നിന്ന് പോയ ഒരു കേസാണ്. അതൊഴിച്ചാൽ ബാക്കി എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. അതെന്തോ മസ്താനി വന്നപ്പോഴത്തേക്ക് മസ്താനിയും കൂടെ ഉറപ്പിച്ച് പറഞ്ഞപ്പം അനിമോള് ചിന്തിച്ചു കാണും, മേ ബി എനിക്കറിയില്ല, ചിന്തിച്ചു കാണും ചിലപ്പോൾ ഇവരുടെ ലിപ്ലോക്ക് സംഗതി എന്തെങ്കിലും പുറത്ത് വന്ന് കാണും, അത് പുറത്ത് ടെലികാസ്റ്റ് ചെയ്ത് കാണുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അനിമോൾ ചിലപ്പം അങ്ങനെ ഉറപ്പിച്ച് നിന്നത്. അപ്പൊ എനിക്ക് ഈ പ്രാവശ്യം നമ്മളെ ഈ ബിഗ് ബോസ് തീരാൻ പോകുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുൻഷി അയാൾ ആദ്യമേ തന്നെ പോയതിൽ എനിക്ക് വളരെ നന്നായി തന്നെ തോന്നുന്നു. ഇയാളെ പോലെ ഒരു കൊടും വിഷം എനിക്ക് വളരെ വിഷമായിട്ട് തോന്നിയിട്ടുണ്ട്. ശൈത്യ അതുപോലെ തന്നെ കട്ടപ്പായുടെ 1, 2, 3 അത് ഏറ്റവും വലിയൊരു വേർഷനാണ് ശൈത്യ, പിന്നെ സരിക, പിന്നെ ശാരിക, ഇവരൊക്കെ എന്തുവാണ് ഇവരുടെയൊക്കെ റിയൽ ക്യാരക്ടർ റീ എൻട്രി സമയത്താണ് എക്സ്പോസ് ആയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ അവസാനമാണെങ്കിലും ബിഗ് ബോസ് കാണിച്ചു തന്നല്ലോ ഇവര് ശരിക്കും ആരാന്നുള്ള കാര്യം, ശരിക്കും ഇവരെല്ലാം എക്സ്പോസ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് അപ്പാനിയിലും നമ്മുടെ മസ്താനിയനും അവര് വളരെ മാന്യമായിട്ട് നിന്നിട്ടുണ്ട്. റീ എൻട്രി സമയത്ത് അവർക്കുണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അവരുടെ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ അവർ പറഞ്ഞു തീർത്തു. അപ്പാനി ആദ്യമൊക്കെ കടുംപിടുത്തം പിടിച്ചെങ്കിലും പിന്നെ ഇല്ലടി എനിക്ക് കുഴപ്പമില്ല. പിന്നെ ബിൻസി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു മോശമായ ഒരു വാക്കാണ്. ബിൻസിയും രേണുസുതിയും തമ്മിലൊക്കെ കമ്പയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ രേണുസുതിയുടെ 7 അയലത്ത് നിൽക്കാനുള്ള ഒരു യോഗ്യതയും ബിൻസിക്കില്ല. അതുപോലത്തെ മോശമായ പ്രകടനമാണ് ബിൻസിയുടെ ഒക്കെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ ദിവസത്തെ ഞാൻ സ്റ്റാറ്റസ് വരിയിട്ടുണ്ടായിരുന്നു ബിൻസിയുടെ പ്രകടനം. അത് മസ്താനിയെ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടോ അത് അവിടെ പേഴ്സണൽ ഇഷ്യൂ ആയിരിക്കും, എന്നാലും കുറച്ചൊക്കെ ഒരു വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് വിവേകം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ ഇവരെ എക്സ്പോസ് ആകുന്ന ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ അനീഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളി ഇപ്പം എല്ലാവരും ഇപ്പൊ പുള്ളിക്കാണ് സപ്പോർട്ട് കൂടുതൽ, മെജോറിറ്റി സപ്പോർട്ട് ഇപ്പം അനീഷിനാണ്. തൊപ്പി ഗാങ്സ് ഒക്കെ സ്ട്രീമിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പം തൊപ്പിയൊക്കെ നന്നായിട്ട് വോട്ട് പിടിക്കുന്നുണ്ട്. നമ്മുടെ അനുമോക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ അതിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്നത്. കാരണം അവൻ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. പുള്ളി ഒരിക്കലും പേയ്മെന്റ് വാങ്ങിച്ചിട്ടല്ല അനുവിന് വോട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമാണ് അവന് തോന്നിയിട്ടുള്ളത്, ഒരു പെണ്ണിനെ ഒറ്റയ്ക്കിട്ട് എല്ലാരും കൂടി ഇട്ട് തൂത്തുവായിരുന്നു. അതുകൊണ്ടായിരിക്കും അതിന് നമ്മുടെ അനിമോളോട് ഒരു അനുകമ്പ തോന്നി. പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അതിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആളാണ്. അപ്പൊ അവൾ ഒരിക്കൽ പോലും തന്റെ സുഹൃത്തുക്കളെ, അതായത് ആദിലെ നൂരൻ തള്ളി പറഞ്ഞിട്ടില്ല, കുതികാലി വെട്ടിയിട്ടില്ല. അതുകൊണ്ടൊക്കെ അതിൽ നന്നായിട്ട് നമ്മുടെ അനിമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് വോട്ട് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, പിന്നെ ഷാനവാസ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് ഏതാണ്ട് ഒരു രീതിയിൽ പോകുന്നു. നെവിന് നമ്മുടെ അനിമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചു എന്നൊഴിച്ചാൽ ബാക്കിയുള്ളവരുടെ ഒരു എന്റർടൈനർ ആണ്. പിന്നെ അക്ബർ, അപ്പൊ ലാസ്റ്റ് 100 ഔട്ടായി എന്ന് കേൾക്കുന്നു. ലാസ്റ്റ് 5 വരുന്നത് അനിമോള്, അനീഷ്, നെവിന്, ഷാനവാസ്, അക്ബർ, ഈ 5 പേരാണ് വരുന്നത്. പക്ഷെ അനിമോള് കപ്പടിക്കണമെന്നുള്ള ഒരു ആവശ്യം എനിക്കുണ്ട്. ശരിക്കും അവളൊരു പെണ്ണല്ലേ, അവൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് അതിനകത്ത് നിന്നില്ല. എല്ലാരും അവളെ ഇട്ട് കുതികാലി വെട്ടുകയായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പം എപ്പിസോഡ് എല്ലാം തീരാറായല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരുപാട് പുറകോട്ടൊന്നും പോകണ്ട. അപ്പൊ നമ്മുടെ ടിഷ്യൂ ഇഷ്യൂല് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്കൊരു ചെറിയ ക്ലിപ്പ്, അത് ആദില കുതികാലി വെട്ടുന്നതിന്റെ കുറച്ച് ക്ലിപ്പ്, അതായത് ശൈത്യയോട് ആദില കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കാരണം കൂട്ടത്തിൽ നിന്ന് കുതികാലി വെട്ടുന്ന ആദിലെ ഒന്ന് എക്സ്പോസ് ആക്കണമെന്നുണ്ട്. അപ്പൊ ആദില ശൈത്യയോട് പറയുന്ന ഒരു ചെറിയ ക്ലിപ്പ് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. പുറത്ത് പോകുമ്പോ എവിക്ഷനാകുമ്പോ നമ്മളെപ്പോഴും നമ്മളാ പോവാന്ന് പറയില്ലേ. നമ്പർ എനിക്ക് എഴുതി തന്നു കൊണ്ട് ടിഷ്യൂല് ഡ്രസ്സിംഗ് റൂമെന്ന്. ഞാൻ എവിക്ഷന് പോകുന്നു വിചാരിക്കുന്ന ടൈമില് എന്നിട്ട് പറഞ്ഞു ഇവിടെ ആൾക്ക് പറഞ്ഞ വൈറ്റ് വാഷ് ചെയ്യലാണ്, അതനുസരിച്ച് പ്രവർത്തിക്കാം. നമ്പർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്നോട് 100 PR നീ കൊടുത്തോ വോട്ടിന്, അങ്ങനെ 50,000 കൊടുത്താൽ മതി എന്ന് പറഞ്ഞു എന്നോട്. ഇവളുടെ മൊത്തത്തില് ഞാൻ പറഞ്ഞല്ല, ഞാൻ അവളെ വിടുക, എനിക്ക് പറ്റില്ല. ഇപ്പൊ കണ്ടപ്പോ പാർട്ട് 2 3 ആണെങ്കിൽ എനിക്ക് ഒരു ചുക്കൂല്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, ഈ കാണിച്ച ശരിയാണോ? ശൈത്യയുടെ അടുത്താണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് കട്ടപ്പ 1, 2, 3 ഒന്നും നിൽക്കത്തില്ല. അതിനേക്കാളും വലിയൊരു കൊടും വിഷമാണ്. എനിക്ക് അനിമോളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്തിറങ്ങുമ്പോൾ ദേവിച്ചത് ഈ ഇനത്തെ രണ്ടിനെയും അടുപ്പിക്കാനേ കൊള്ളത്തില്ല. ഇതിനെങ്ങാനും അടുപ്പിച്ച് കളഞ്ഞാൽ അനിമോളെ നിന്റെ കുഴി തോണ്ടി എന്ന് നീ വിചാരിച്ചു വെച്ചു. ഇത് അവരുടെ പേരൻസും കൂടെ കേൾക്കാനാണ് പറയുന്നത്. ഇതുപോലെ ഒരു കൂട്ടുകാർ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സ്പോയിലായി, നമ്മുടെ ലൈഫ് സ്പോയിലായി എന്ന് വിചാരിച്ചു. ഇത്രയും നേടിയെടുത്ത നിന്റെ ഇമേജ് തകർക്കാൻ ഈ 2 വിഷങ്ങളും മതി. കൊടും വിഷമാണ്. രാജവമ്പാലക്കാലും കൊടും വിഷമങ്ങളാണ് ഇത്. 100 ഏറ്റവും കൂടുതൽ വിഷമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേറൊരു ക്ലിപ്പും കൂടെ കണ്ടിട്ട് വരാം. ചോദിച്ചോട്ടിരുന്നപ്പാ നമ്പർ നിനക്ക് തന്നില്ലല്ലോ എന്നുള്ളതില്. അപ്പൊ ഞാൻ ആലോചിക്കണം, അവളുടെ നമ്പറാണ് വന്നത്. അവളുടെ നമ്പറിൽ വിളിച്ചിട്ട് നമ്പർ ചേച്ചിയുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് വിളിച്ച് പറയാം, ഇവിടെ അക്ബറിനെയും വേറെ കുറച്ച് ആൾക്കാരെയൊക്കെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്,
അത് വിളിച്ച് പറഞ്ഞിട്ട് വേണ്ടത് ചെയ്യണം എന്ന് പറയണം എന്നാണ് അവള് പറഞ്ഞത് അല്ലേ? അതെ. അത് നിരസിക്കുകയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും മാറ്റി പറയത്തില്ല, ഞാൻ കേട്ടത് എന്നോട് പറഞ്ഞതാ. എന്നിട്ട് എന്നോട് ചോദിക്കാം ടിഷ്യൂ എന്ത് ചെയ്യുന്നത്, ഞാൻ ടിഷ്യൂ തന്നെ കളഞ്ഞല്ലോ. ടിഷ്യൂ പേപ്പർ ഇഷ്യൂ എന്ന് വെച്ചെങ്കിൽ ഇവര് അതിൽ ഔട്ട് ആകുമെന്നുള്ള ഒരു സ്റ്റേജ് വന്നപ്പോൾ ഇവർ പരസ്പരം, അതായത് ടിഷ്യൂ പേപ്പറിൽ അവിടെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും, ഇവർക്ക് പേനയും പേപ്പറൊന്നും ഇല്ല, പക്ഷെ അവിടെ ലിപ്സ്റ്റിക്കും സാധനങ്ങളും അയലാണെന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ടിഷ്യൂ പേപ്പറും ഉണ്ട്. അപ്പൊ ടിഷ്യൂ പേപ്പറിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ എഴുതാം. ഇത് ആദിലെയാണ് പൊട്ടിച്ചു വെക്കുന്നത്. ടിഷ്യൂ പേപ്പറില് അനുമോളുടെ നമ്പരോ പിന്നെ പേരൻസിന്റെ നമ്പരോ ആദ്യം നമുക്കറിയത്തില്ല, എഴുതി ആദിലയുടെ കൊടുത്തു. തിരിച്ച് ആദിലയും അവരുടെ ആദിലയുടെ നൂറയുടെയോ നമ്പർ എഴുതി അനുമോക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അനുമോള് ടിഷ്യൂ പേപ്പറിൽ PR നമ്പർ എഴുതി ആദിലയുടെ കൊടുത്തു. എന്തിന്? അക്ബറിനെ പൊട്ടിക്കാൻ വേണ്ടി എന്നുള്ള ഒരു ടോക്ക് അവിടെ വരുന്നുണ്ട്. പിന്നീട് ആദില അത് മാറ്റി പറയുന്നുണ്ട്, അക്ബറിന്റെ അടുത്ത് പോയി മാറ്റി പറയുന്നുണ്ട്, അത് PR നമ്പർ അല്ലായിരുന്നു, അനുമോടെ ചേച്ചിയുടെ നമ്പറാണ് തന്നത്. പക്ഷെ സബ്ജക്ട് എന്താണ്? അക്ബറിനെ പൊട്ടിക്കുക. അപ്പൊ എനിക്ക് അവിടെയാണ് അനുമോളുടെ അടുത്താണ് ന്യായം എന്ന് തോന്നി. കാരണം അനുമോളുടെ PR വിനുവിന് അത്യാവശ്യം നല്ല പണി അറിയാവുന്ന ആളാണ്. കഴിഞ്ഞ വർഷത്തെ സിജോയെ വെളുപ്പിച്ച് ജയിപ്പിച്ച് കപ്പടിപ്പിച്ച ആളാണ്. അപ്പൊ അനുമോൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട വിനുവിന് പണിയെടുക്കാൻ, അല്ലേ? നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലായ കാര്യമാണല്ലോ. അത്യാവശ്യം ചോറ് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് ആദില ഇട്ട് കൊടുക്കുവാണ്, അനുമോളെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ആദ്യമേ പറയുന്നു വിനുവിന്റെ, പക്ഷെ അവിടെ ഒരു കാര്യം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദില ഹൈഡ് ചെയ്ത് വെച്ച കാര്യം എന്ന് വെച്ചാൽ ആദിലയുടെ നമ്പർ തിരിച്ച് അനുവിന് എഴുതി കൊടുത്തു എന്ന് ആദില അവിടെ പറയുന്നില്ല. മറിച്ച് അനു ആദിലയ്ക്ക് നമ്പർ എഴുതി കൊടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നീടാണ് അനുമോള് കരഞ്ഞുകൊണ്ട് നമ്പരും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വരുന്നത്. അപ്പം നൂറയുടെ കാല് പിടിച്ച് ചോദിക്കുന്നുണ്ട്, നൂറ പ്ലീസ് നൂറ നീ ആ നമ്പർ കാണിക്കുന്ന പറഞ്ഞു. നൂറ പറഞ്ഞു അത് ഞങ്ങൾ അന്നേ കളഞ്ഞു, അത് എനിക്കറിയില്ല, നീയും അതിൽ നമ്മളുള്ള വിഷയം നിങ്ങൾ തമ്മിൽ തീർക്കണം എന്ന് പറഞ്ഞ് നൂറ അവിടുന്ന് ഒഴിഞ്ഞു മാറുകയാണ്. പിന്നെ വേറൊരു ഇപ്പം സോഷ്യൽ മീഡിയ കിടന്ന് ഓടുന്ന വിഷയം വെച്ചെങ്കിൽ നൂറ ടിഷ്യൂ പേപ്പർ ഡിസ്പോസ്, അതായത് കളയാൻ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. നൂറ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ പൊതിഞ്ഞുകൊണ്ട് പോകുന്ന എന്ന ഒരു വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ടിഷ്യൂ പേപ്പർ അല്ല. കാരണം ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അത് ഡിസ്പോസ് ചെയ്യാനാണെങ്കിൽ അതാരും കാണാൻ നമ്മളിങ്ങനെ ചുരുട്ടി പിടിക്കും. പക്ഷെ ഇത് ചുരുട്ടി പിടിച്ചിട്ടില്ല, എന്തോ ഒരു കട്ടിയുള്ള സാധനം ആണെന്നാണ് നമുക്ക് തോന്നിയത്. കാരണം നശിപ്പിക്കാനാണെങ്കിൽ ഇങ്ങനെ പുറത്തോട്ട് പ്രൊജക്ട് ചെയ്ത് പിടിക്കത്തില്ലല്ലോ. ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാം, നമുക്ക് ഇങ്ങനെ ചുരുട്ടിയാൽ നമുക്ക് ചുരുണ്ടിങ്ങി പോകും. അപ്പം അത് എനിക്ക് തോന്നുന്നു അത് ടിഷ്യൂ പേപ്പർ അല്ല എന്നാണ് എന്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ. അറിയില്ല, ഇടോന്നോ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് ആദിലെന്ന് പറഞ്ഞ സാധനം ശരിക്കും കുതികാല് വെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പറഞ്ഞു, എന്റെ വോട്ട് ഞാൻ അനുമോക്ക് തന്നെ ചെയ്യുക തന്നെ ചെയ്യും. അപ്പം അനുമോളോ അനീഷോ ആര് കപ്പടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ വോട്ട് അനുമോക്ക് തന്നെ ഞാൻ ചെയ്യും. അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരോടെല്ലാം ഞാൻ പറഞ്ഞുണ്ട് അനുമോക്ക് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ മാക്സിമം ഒരു വീട്ടിൽ ഇട്ടുകൊണ്ട് അത് മാത്രമായിട്ട് ടോർച്ചർ ചെയ്യുകയാണ്. അവിടെ ഭാഗത്തും തെറ്റില്ല എന്നല്ല, തെറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഗെയിം ഷോ ആണ്, അത് വെച്ച് നോക്കണം. അപ്പം എനിക്ക് അവിടെ കുറെ ക്വാളിറ്റി തോന്നിയിട്ടുള്ളത്, കൂട്ടത്തിൽ നിന്നവരെ കുതികാല് വെട്ടത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ സോ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സ്റ്റുഡന്റ് ബൈ.